നമസ്തേ. എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അകാരണമായി അനുമതി വൈകിപ്പിക്കുന്നു എന്നാരോപിച്ച് രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ ഹർജി. ബില്ലുകൾക്ക് അനുമതി നിഷേധിക്കുന്ന രാഷ്ട്രപതിയുടെ നടപടി ഏകപക്ഷീയവും ഭരണഘടനയുടെ വകുപ്പുകളുടെ ലംഘനവുമാണെന്നാണ് കേരളത്തിന്റെ വാദം. ജനം എഡിറ്റേഴ്സ് ചോയ്സ് പരിശോധിക്കുന്നു. രാഷ്ട്രപതിയോടും അരിശമോ? സർക്കാരിനേറ്റ തിരിച്ചടി മറയ്ക്കാനോ ഈ ഹർജി? ഇന്ന് ചർച്ചയിൽ നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നവർ നിയമ വിദഗ്ധൻ അഡ്വക്കേറ്റ് കെ രാംകുമാർ, BJP പ്രതിനിധിയായി അഡ്വക്കേറ്റ് ജെ പത്മകുമാർ, കോൺഗ്രസിന്റെ പ്രതിനിധിയായി പ്രൊഫസർ റോണി കെ ബേബി, ഇടത് നിരീക്ഷകൻ ഡോക്ടർ ജയരാജ്, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മോടൊപ്പം 3 അതിഥികൾ ഇനി 7:30 മാത്രമേ ചേരുകയുള്ളൂ. 2 അതിഥികളാണ് ഉള്ളത്. അവരോടുകൂടി നമുക്ക് ചർച്ച ആരംഭിക്കാം. ആദ്യം ശ്രീ JR പത്മകുമാറിലേക്ക്. സർവ്വ ആദരണീയയായ രാഷ്ട്രപതിക്കെതിരെയാണ് നീക്കം നടത്തിയിരിക്കുന്നത്. അസാധാരണ നടപടി എന്ന് തന്നെയല്ലേ വിശേഷിപ്പിക്കേണ്ടത്? അസാധാരണം മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ ഒരു നടപടിയാണ് കേരള ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതൊരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ സ്റ്റണ്ട് എന്നുള്ളതിനുപരി യാതൊരു പരിഹാരവും ഈ ഹർജിയിലൂടെ നേടിയെടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിയില്ല. ഇപ്പം നിലവിൽ നമ്മുടെ ഭരണഘടനയുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആണ് കേസ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഏത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൻ്റെയും ലംഘനമാണ് നടത്തിയിട്ടുള്ളതെന്ന് പ്രസ്താവിച്ചിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള സുപ്രീം കോടതിയിൽ പോയിട്ടുള്ളത് 32 ആർട്ടിക്കിൾ 32 മൗലികാവകാശങ്ങളുടെ ലംഘനം എന്നുള്ളതാണ്. അത് എൻ്റെ പരിമിതമായ അറിവ് വെച്ച് നോക്കുമ്പോൾ അത് ഈ മൗലികാവകാശങ്ങളുടെ ലംഘനത്തിന് പോകുമ്പോൾ ഇൻഡിവിജ്വലിന് വ്യക്തികൾക്കാണ് അതിനുള്ള അവകാശമുള്ളത്. അത് ഗവൺമെൻറ്റിന് മൗലികാവകാശത്തിൻ്റെ ലംഘനം അങ്ങനൊരു ലംഘനമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് വളരെ അത് പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ യാതൊരു റെമഡിയും കിട്ടില്ല. ഒരു ഇലക്ഷൻ സ്റ്റണ്ട് എന്നുള്ളതിനപ്പുറം യാതൊരു രീതിയിലും ഒരു പരിഹാരവും കിട്ടാത്ത ഒരു ഹർജിയുമായിട്ടാണ് കേരളം മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഇന്ത്യൻ പ്രസിഡൻറ്റിനെ നിർദ്ദേശം കൊടുക്കാൻ സുപ്രീം കോടതി അഭ്യർത്ഥിച്ചുകൊണ്ടൊരു കേസ് കൊടുത്താൽ എവിടെയാണ് സുപ്രീം കോടതി ഇന്ത്യൻ പ്രസിഡന്റിനെ അദ്ദേഹം നിർദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഭരണഘടന അനുസരിച്ച് പ്രസിഡൻറ്റിൻ്റെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ വെച്ചുകൊണ്ട് സുപ്രീം കോടതിയോട് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള ഒരു സംശയ നിവാരണത്തിന് വേണമെങ്കിൽ ഒരു അഡ്വൈസ് സുപ്രീം കോടതിയോട് ഇന്ത്യൻ പ്രസിഡന്റിന് ചോദിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഒരു അഡ്വൈസ് ഇന്ത്യൻ പ്രസിഡന്റിന് തിരിച്ചു നൽകുകയും ചെയ്യാം. അത് വേണമോ വേണ്ടയോ എന്ന് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം വരെ ഇന്ത്യൻ പ്രസിഡന്റിന് ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു ഹർജിയുമായി പോയി ഇന്ത്യൻ പ്രസിഡന്റിനോട് ഇന്ന കാര്യങ്ങൾ നിർദ്ദേശിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് റെമഡിയാണ്, എന്ത് കാര്യമാണ് ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലാക്കുന്നില്ല. അപമാനകരമായ നമ്മുടെ ജുഡീഷ്യറിക്കും ജനാധിപത്യ വ്യവസ്ഥയ്ക്കും നമ്മുടെ കേരളത്തിനും അപമാനകരമായൊരു നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അതെ. ശ്രീ റോണി കെ ബേബി, ഇതിനെ രാഷ്ട്രീയമായി എങ്ങനെ കാണുന്നു? കേന്ദ്രത്തെ പഴി പറയുമ്പോൾ UDFും LDFും ഒരുമിച്ച് നിൽക്കുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഈ നീക്കത്തെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? കാരണം ഈ ചാൻസലർ പദവിയിലടക്കം ഗവർണറുടെ ഇടപെടൽ പലപ്പോഴും സംസ്ഥാന സർക്കാരിന് എതിരെയായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്. ഈ വിഷയത്തിൽ എങ്ങനെ കാണുന്നു? കേരള സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇത് സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ലുകളാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് പൂർണ്ണമായും സംസ്ഥാന വിഷയമാണ്. സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു കാര്യത്തിൽ അത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ലാത്ത, കേന്ദ്ര വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ലാത്ത ഇതില് അകാരണമായി കേരളത്തെ പീഡിപ്പിക്കുന്നു. ഇതാണല്ലോ സ്ഥിരം ഇവിടെ CPM ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു നരേറ്റീവ്. കേരളത്തെ പീഡിപ്പിക്കുന്നു, കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള രീതിയിൽ. ഞാൻ വളരെ കൃത്യമായി പറയട്ടെ, ഈ ബില്ലുകളോടുള്ള എതിർപ്പ് കോൺഗ്രസ് ഈ ബില്ലുകൾ നിയമസഭയിൽ പാസാക്കിയ അവസരത്തിൽ തന്നെ ഞങ്ങൾ ഉയർത്തിയിട്ടുള്ളതാണ്. ഈ ബില്ലുകളുടെ താല്പര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ താല്പര്യമല്ല, മറിച്ച് CPMന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 200ഉം 201ഉമാണ് നിയമസഭ ഒരു ബില്ല് പാസാക്കി ഗവർണറുടെ പരിഗണനയ്ക്ക് വിട്ടാൽ ഗവർണർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്.
ആർട്ടിക്കിൾ 200 പറഞ്ഞിരിക്കുന്നത് ഗവർണർ അത് വിത്ത്ഹോൾഡ് ചെയ്യുകയോ അല്ല റിട്ടേൺ ചെയ്യുകയോ ചെയ്യുക. അത് കൃത്യമായി പറയുന്നത് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. എന്നാൽ ആർട്ടിക്കിൾ 201 പറയുന്നത് ഗവർണർ ഈ ബില്ലുകൾ പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് വിട്ടുകഴിഞ്ഞാൽ അവിടെ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന ഒരു പരാമർശം പോലുമില്ല. പ്രസിഡന്റിന് എത്ര നാൾ വേണേലും ഇത് വിത്ത്ഹോൾഡ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ പ്രസിഡന്റിന് വേണമെങ്കിൽ സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഉപദേശത്തിന് വേണ്ടി വേണമെങ്കിൽ ഈ ബില്ല് ഉപയോഗിക്കാം കൃത്യമായി തന്നെ. അപ്പോൾ ഈ ബില്ലുകൾ നമ്മളിവിടെ ഈ ഭരണഘടനാ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ എന്താണ് ഈ ബില്ലുകൾ? ഇവിടെ പ്രസിഡന്റ് ഈ വിത്ത്ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബില്ലുകൾ നോക്കുക, 4 ബില്ലുകൾ. ഈ 4 ബില്ലുകൾ എന്ന് പറയുന്നതും ഒരു ബില്ല് ഒഴികെ മറ്റ് 3 ബില്ലുകളെല്ലാം എന്ന് പറയുന്നത് സർവകലാശാല നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടവ. ഏതൊക്കെയാണ് സർവകലാശാല നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടവ? ഒന്ന്, സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ മാറ്റി വിദ്യാഭ്യാസ വിദഗ്ധരെ നിയമിക്കുക. വിദ്യാഭ്യാസ വിദഗ്ധരെ എന്ന് പറഞ്ഞാൽ CPM-ന്റെ അച്ചാരം പറ്റുന്ന ആളുകൾ അല്ലെങ്കിൽ CPM-ന്റെ പിണയാളുകളെ വെക്കുക. ഒന്ന്. 2, PC നിയമനത്തിലുള്ള സെലക്ട് കമ്മിറ്റിയിൽ സംസ്ഥാന സർക്കാരിന് മേൽക്കൈ ലഭിക്കും വിധം കൂടുതൽ അംഗങ്ങളെ നിയമിക്കുന്നതിനുള്ള ബില്ല്. നിലവിൽ അംഗസംഖ്യ 3 എന്നത് 5 ആയി ഉയരും. എന്താ കൃത്യമായിട്ടുള്ളത്? ഗവർണർക്ക് ഒരു തരത്തിലുള്ള റോളും വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ ഉണ്ടാകാൻ പാടില്ല. സംസ്ഥാന സർക്കാർ എന്ത് തീരുമാനിക്കുന്നുവോ ഇതായിരിക്കണം അവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാർ താല്പര്യം എന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിലെ സർവകലാശാലകളെ CPM-ന്റെ മറ്റൊരു ശക്തി മാറ്റുക. CPM-ന് താല്പര്യമുള്ള ആളുകളെ, CPM-ന്റെ നേതാക്കളുടെ ഭാര്യമാരെ അവർക്കൊക്കെ ഇഷ്ടം പോലെ നിയമനം കൊടുക്കുക. ഇനി മൂന്നാമത്തെ എന്താ? സർവകലാശാലകളുടെ അപ്പലേറ്റ് ട്രൈബ്യൂണലായി ജഡ്ജിമാർക്ക് പകരം ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന ബില്ല്. കേട്ടുകേൾവിയുണ്ടോ? ജഡ്ജിമാരെ മാറ്റുക. ജുഡീഷ്യൽ സംവിധാനത്തെ കംപ്ലീറ്റ് മാറ്റി നിർത്തി സർവകലാശാലകളുടെ അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്ന ഉദ്യോഗസ്ഥർ വീണ്ടും എന്താ? CPM-ന്റെ ഫ്രാക്ഷൻ, CPM-ന്റെ സഹാക്കന്മാരൊക്കെ വന്ന് എന്ത് ചെയ്യുന്നു? സർവകലാശാലകളുടെ അപ്പലേറ്റ് ട്രൈബ്യൂണലായിട്ട് വരുന്നു. അവര് ആർക്ക് അനുകൂലമായിട്ടായിരിക്കും റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത് വളരെ വ്യക്തമല്ലേ? 4, സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് 6 അംഗങ്ങളെ കൂടി നിയമിക്കുന്ന ബില്ല്. അപ്പൊ കൃത്യമായിട്ട് എന്താ? ഇതിന്റെ അകത്ത് സംസ്ഥാന സർക്കാരിന് സംസ്ഥാനത്തിന്റെ ഒരു താല്പര്യമില്ല. കേരളത്തിലെ 3,60,00,000 ജനങ്ങളുടെ ഒരു താല്പര്യമില്ല. ഇത് എന്ന് പറയുന്നത് CPM-ന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് മാത്രം. ഇപ്പം ഇവിടെ പറയും എല്ലാ ബില്ലുകളും പ്രസിഡന്റ് പിന്നെ ഒപ്പുവെക്കാതെ മാറ്റിവെച്ചോ? ഇല്ല. 3 ബില്ലുകൾക്ക് കഴിഞ്ഞ മാസം കൃത്യമായി തന്നെ പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഏതാ? അതുപോലെ ഞങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. ലോക ആയുക്ത നിയമ ഭേദഗതി. ലോക ആയുക്തയുടെ ചിറകരിയുന്നതിന് വേണ്ടി, ലോക ആയുക്തയെ ഒരു ഡമ്മിയാക്കി മാറ്റുന്നതിന് വേണ്ടി എന്താ? ലോക ആയുക്തയുടെ നിർദ്ദേശങ്ങൾ വെറും അല്ലെ? എന്തൊക്കെ ഈ നാട്ടിൽ നടക്കും നോക്കുക. എന്താ? നേരത്തെ ലോകായുക്ത ഒരാൾ അഴിമതിക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ, ഒരു മന്ത്രി അഴിമതിക്കാരനാണെന്ന് കണ്ടെത്തിയാൽ, പ്രഖ്യാപിച്ചാൽ അദ്ദേഹം രാജിവെക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ തത്വം, രാജിവെക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ തത്വം എന്ന് പറയുന്നത് ഈ നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ എന്താ? അവിടെ ആ ലോകായുക്ത നിയമത്തിൽ മാറ്റം വരുത്തി. ലോകായുക്ത ഉപദേശം മാത്രം കൊടുക്കുക. മന്ത്രിമാരുടെ കാര്യത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി തീരുമാനിക്കണം മന്ത്രി തുടരണമോ വേണ്ടയോ. ഇനി മുഖ്യമന്ത്രിക്കെതിരെയാണ് പരാമർശമെങ്കിൽ സംസ്ഥാന നിയമസഭ തീരുമാനിക്കണം. എന്താ ഇത്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ടുള്ള ലോകായുക്ത അതിനേക്കാളും പ്രസിഡന്റ് ഒപ്പുവെച്ചു. അപ്പോൾ പ്രസിഡന്റ് ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കുകയാണല്ല. പ്രസിഡന്റ് CPM-ന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതായിട്ട് പോലും ആ ബില്ലിന് അതിനെ ഞങ്ങൾ എതിർത്തതാണ്. അത് ശക്തമായി ഞങ്ങൾ എതിർത്തതാണ്. പക്ഷേ ഇതിന്റെ അകത്ത് ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സ്റ്റണ്ട് നമ്മൾ കണ്ടു. ഇവിടെ ഈ പറയുന്ന കേരളത്തെ സാമ്പത്തികമായി പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേസിന് പോയി. എന്നിട്ടെന്താ? കേസ് കൊടുക്കാതെ നമുക്ക് കിട്ടുമായിരുന്ന തുക മാത്രം കിട്ടി. എന്ത് നേട്ടം അവിടെ കേരളത്തിൽ ഉണ്ടായത്? എന്തൊരു നേട്ടം ഉണ്ടായോ? അപ്പോൾ പുറത്തൊരു പ്രതീതി വരുത്തുക. എന്താ? BJP എതിർക്കുവാൻ, കേന്ദ്ര ഗവൺമെന്റ് എതിർക്കുവാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, CPM മാത്രമേ ഉള്ളൂ. രഹസ്യമായി CPM-ഉം BJP-യും കൃത്യമായി ഒരു അന്തർധാര ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട്, ഒരു അന്തർധാര രൂപീകരിച്ചുകൊണ്ട്, പക്ഷേ പുറമെ എന്താ ചെയ്യുന്നത്? ഇവിടെ BJP വിരുദ്ധ പോരാട്ടങ്ങളുടെ മുഴുവൻ കുത്തകയും എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള CPM-ന്റെ ഒരു നാടകം. ഇവിടെ ഇതാ ഓൾ ഇന്ത്യ തലത്തിൽ, അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയൊക്കെ ശക്തമായി പോരാടുമ്പോൾ, BJP-ക്കെതിരെ നേർക്കുനേർ പോരാടുമ്പോൾ, അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അതിശക്തമായി പോരാടുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ 7 അയൽവക്കത്ത് പോലും CPM ഇല്ല. മാർച്ച് 17-ാം തീയതി ബോംബെയിൽ മറ്റു മുഴുവൻ പ്രതിപക്ഷ നേതാക്കളും അണിനിരുന്നു രാഹുൽ ഗാന്ധിക്കൊപ്പം. അവിടെ CPM ഇല്ല. ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിലേക്ക് ഒരു അംഗത്തെ നിർദ്ദേശിക്കാമെന്ന് ചോദിക്കുമ്പോൾ CPM-ന് ഇതുവരെ ഒരു അംഗത്തെ നോമിനേറ്റ് ചെയ്യാനില്ല. പക്ഷേ ഇവിടെ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് നടത്തുന്ന BJP വിരുദ്ധ പോരാട്ടത്തിന്റെ മുഴുവൻ ലാഭവും ഒരു കേസിലൂടെ സുപ്രീം കോടതിയിൽ പോയി കേന്ദ്ര സർക്കാരിനെ എതിർത്തുകൊണ്ട് ഇതിനകത്തൊന്നും ഒരു തീരുമാനം ഉണ്ടാവും. ഇത് വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾക്കറിയാം. ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്.
ഇത് എന്ന് കാരണം ഈ ബില്ലുകളെ ഞങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ച് ഞങ്ങൾ എതിർത്തിട്ടുള്ളതാണ് ഈ ബില്ലുകൾ. കാരണം ഇത് CPM-ന്റെ മാത്രം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി, അതിനുവേണ്ടി CPM-ന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ഖജനാവിൽ എന്റെയും നിങ്ങളുടെയും നികുതി പണം മുഴുവൻ കോടിക്കണക്കിന് രൂപ സുപ്രീം കോടതിയിലെ KK വേണുഗോപാലിനെ പോലുള്ള പ്രഗത്ഭ അഭിഭാഷകർക്ക് വലിയ രീതിയിൽ ഫീസ് നൽകിക്കൊണ്ട് ഇത് പോകുന്നു എന്നതാണ് ഞങ്ങളുടെ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള നിലപാട്. ശരി, ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഈ അനുമതി വൈകിപ്പിക്കുന്ന ബില്ലുകളിൽ ഉൾപ്പെടുന്നത് സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളും വൈസ് ചാൻസലർമാരെ നിർണ്ണയിക്കുന്ന സെർച്ച് കമ്മിറ്റിയിലെ ഗവർണറുടെ അധികാരം കുറയ്ക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലുമൊപ്പം ക്ഷീര സഹകരണ ബില്ലുമാണ്. മിൽമ ഭരണം സർക്കാരിന്റെ നിയന്ത്രണത്തിലേക്കാക്കാനുള്ള ഒരു തത്രപ്പാടാണ് എന്ന് വേണമെങ്കിൽ കരുതാം. എന്തായാലും ഈ ബില്ലുകൾ വൈകിപ്പിക്കുന്നതിലൂടെ അല്ലെങ്കിൽ വൈകുന്നതിലൂടെ രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ ഇപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്? ഇന്ത്യയുടെ പ്രസിഡന്റിനെതിരെയോ ഗവർണർക്കെതിരെയോ ക്രിമിനൽ പ്രൊസീഡിങ്സ് ഒന്നും തന്നെ സാധ്യമല്ല എന്നതാണ് ഭരണഘടനാപരമായ അവരുടെ അവകാശം. ഇത് മാത്രമല്ല, അവരുടെ തീരുമാനം അന്തിമമാണ്, ചോദ്യം ചെയ്യാനാവാത്തതുമാണ്. അതിന് വ്യവസ്ഥാപരമായ മറ്റു മാർഗങ്ങളാണുള്ളത്. അതിന് സംസ്ഥാന സർക്കാർ ഉപയോഗിച്ചിരിക്കുന്നത് റിട്ട് ജൂറിസ്ഡിക്ഷന്റെ വകുപ്പാണ്. ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയുള്ള മൗലികാവകാശങ്ങളിൽ ആർട്ടിക്കിൾ 32 പറയുന്ന റിട്ട് ജൂറിസ്ഡിക്ഷൻ പൗരന്മാർക്ക് അവകാശപ്പെട്ടതാണ്. ശ്രീ JR പത്മകുമാർ സാർ പറഞ്ഞതുപോലെ പൗരന്മാർക്ക് അവകാശപ്പെട്ട ഒരു മൗലികാവകാശം. ഈ അവകാശത്തിന്റെ പരിധിയിലാണ് റിട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. റിട്ടുകൾ കൊടുത്താൽ അത് ഫയലിൽ സ്വീകരിക്കണമെന്നാണല്ലോ. അങ്ങനെയാണ് ഇവിടെ കേസ് ഉണ്ടായിരിക്കുന്നത്. ഈ കേസിന്റെ പിന്നാമ്പുറത്തേക്ക് പോയാൽ നമുക്കറിയാം 7 ബില്ലുകൾ നമ്മുടെ നിയമസഭ പാസാക്കിയതും ഗവർണർ അനുമതി തടഞ്ഞു വെച്ചിരുന്നതുമായ 7 ബില്ലുകൾ, ആ 7 ബില്ലുകൾ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുകയും അതിൽ 4 എണ്ണം രാഷ്ട്രപതി ദ്രൗപദി മുർമു അതിന് അംഗീകാരം കൊടുത്ത് മറ്റ് 3 ബില്ലുകൾ അംഗീകാരം കൊടുക്കുകയും 4 എണ്ണം തടഞ്ഞു വെക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഒരു ഭരണഘടനാപരമായ ഒരു പ്രശ്നം ഇവിടെ വരുന്നു, ഒരു പ്രതിസന്ധി വരുന്നു, ഒരു എന്താ പറയുക, ഒരു ഫ്ലൂയിഡ് സിറ്റുവേഷൻ ഇവിടെ വരികയാണ്. ഇവിടെ ഒരു അൺപ്രസിഡന്റഡ് ഒരു നിയമമാണ്, ഒരു കേസാണ് ഇവിടെ വരുന്നത്. പ്രസിഡന്റിനെതിരെ സാധാരണഗതിയിൽ ഒരു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പരാതി ഉയരാമെങ്കിലും കേസ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. നോക്കൂ, നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ വ്യവസ്ഥയാണ്. ആ വാക്ക് പറയുന്നില്ല, ഭരണഘടനയിൽ പറയുന്നില്ല എങ്കിലും ആർട്ടിക്കിൾ 1 പറയുന്നു ഇന്ത്യ അതർവൈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ്. ഇതിനെ ഭരണഘടനാ വിദഗ്ധന്മാര് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഇതൊരു ക്വാസി ഫെഡറൽ സംവിധാനമാണ്, കേന്ദ്രീകൃത സ്വഭാവമുള്ള ഒരു ഫെഡറൽ സംവിധാനമാണ്. ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല എങ്കിലും അങ്ങനെയാകുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് ആ സംസ്ഥാനങ്ങളുടേതായ ഒരു സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ് വേണം, സ്വയം നിർണയ അവകാശം വേണം, ഓട്ടോണമിയിൽ കുറവുള്ള എന്നാൽ കേന്ദ്രത്തിന്റെ നിയമത്തിന് വിധേയമായി ചില കാര്യങ്ങളിൽ സംസ്ഥാനത്തിന് അവരുടേതായ ഒരു ആവിഷ്കാരം ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനമാണ് ഭരണഘടനാ പിതാക്കന്മാർ നമ്മുടെ സംസ്ഥാനങ്ങൾക്കായി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇവിടെ സംസ്ഥാനങ്ങളിൽ പലപ്പോഴും രാഷ്ട്രീയ പ്രേരിതമായി ഈ രാജ്യത്തിന്റെയും ഭരണഘടനയുടെയും അന്തസ്സത്തേക്ക് നിരക്കാത്ത ചില നീക്കങ്ങൾ പലപ്പോഴും സംസ്ഥാന തലത്തിൽ നടക്കാറുണ്ട്. ഇതിന് തടയിടാനുള്ള ഘടനാപരമായ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ശ്രീ റോണി കെ ബേബി സൂചിപ്പിച്ച ആർട്ടിക്കിൾ 200, 201 മുതലായ വകുപ്പുകൾ വളരെ നിർണായകമാകുന്നത് അതാണ്. അതുപോലെ ആർട്ടിക്കിൾ 356 വകുപ്പും അതീവ നിർണായകമാണ്. കാരണം ഒരു സംസ്ഥാന ഭരണം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി എന്ന് പറയുന്ന ആ ഒരു സംവിധാനം തകരുകയാണെങ്കിൽ ഈ ഗവർണർക്ക്, കേന്ദ്രത്തിന്റെ ഏജന്റായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഗവർണർക്ക് അക്കാര്യം പ്രസിഡന്റിന് റിപ്പോർട്ട് ചെയ്യുകയും അത് പ്രസിഡന്റിന് ആ ഭരണഘടനാ സംവിധാനം തകർന്നു എന്ന് ബോധ്യമായാൽ സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 356 അനുസരിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇവിടെ ആ ഘട്ടത്തിലൊന്നും പോയിട്ടില്ല. ഇവിടെ വന്നിരിക്കുന്ന നേരെ തിരിച്ചാണ്. സംസ്ഥാനത്തിന് കേന്ദ്രത്തെ കുറിച്ചുള്ളൊരു പരാതി, അത് രാഷ്ട്രീയ പരാതിയാണ്. ഇവിടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനോടല്ല പരാതി എന്ന് ഓർക്കണം, പ്രസിഡന്റിനെ ഇംപ്ലിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. നോക്കൂ, പ്രസിഡന്റിന്റെ ഓഫീസിനെയും സെക്രട്ടറിയെയും എല്ലാം തന്നെയാണ് ഇവിടെ റെസ്പോണ്ടൻസ് ആയി വെച്ചിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഒരു കാര്യം, ഇവിടെ തെരഞ്ഞെടുപ്പ് അടുത്തൊരു സമയമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ JR പത്മകുമാറും ശ്രീ റോണി കെ ബേബിയും സൂചിപ്പിച്ചത് ഇത് പൊളിറ്റിക്കൽ സ്റ്റണ്ട് എന്നാണ്. ആ വാക്ക് തന്നെ രണ്ടുപേരും ഉപയോഗിച്ച
ആ വാക്ക് ഒരിക്കൽ കൂടി ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതൊരു തരം കേന്ദ്രത്തിനെതിരെ അതിശക്തമായി പോരാടാൻ ഞങ്ങൾക്കേ കഴിയൂ എന്ന് തെളിയിക്കാൻ ഇവിടെ രണ്ട് ഘടനകൾ UDF സംവിധാനത്തിനും LDF സംവിധാനത്തിനും താല്പര്യമുണ്ട്. കാരണം BJPയെ ആരാണോ കേരളത്തിൽ ഏറ്റവും ശക്തമായി എതിർക്കുന്നത് അവർക്കായിരിക്കും മതനിരപേക്ഷ വോട്ട്, അല്ലെങ്കിൽ മുസ്ലിം ജനസാമാന്യത്തിന്റെ വലിയ തോതിലുള്ള വോട്ട് അവർക്കായിരിക്കും എന്ന രാഷ്ട്രീയ ബോധത്തിൽ നിന്നും സർക്കാരിന് വീണ് കിട്ടിയ ഒരു അവസരമാണിത്. ഇവിടെ പ്രതിപക്ഷങ്ങൾക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല. ഗവൺമെന്റ് ഓഫ് കേരള ഇവിടെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുകയാണ്. കേന്ദ്രത്തിനെതിരെയുള്ള പലതരം പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടു. ഡൽഹിയിൽ സത്യാഗ്രഹം ഇരിക്കുന്നത് കണ്ടു. ഫിസ്ക്കൽ ഫെഡറലിസം അട്ടിമറിക്കപ്പെട്ടു. സംസ്ഥാനങ്ങളെ പണപരമായി ജനിക്കുകയാണ്. അവരുടെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അവർക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നു. വളരെ കാര്യക്ഷമമായി ജനസംഖ്യ ആസൂത്രണം ചെയ്ത കേരളം പോലെ സംസ്ഥാനത്തിന് അവർക്ക് അർഹതപ്പെട്ട വിഹിതം കിട്ടുന്നില്ല. കാരണം ജനസംഖ്യ ആനുപാതികമായിട്ടാണ് വിഹിതം തീരുമാനിക്കുന്നത്. എങ്ങനെ നോക്കുമ്പോഴും കേരളത്തിന് വലിയ തോതിൽ സാമ്പത്തിക പരാധീനത ഉണ്ടാക്കുന്ന കേന്ദ്രത്തിനെതിരെ UDFും LDFും പടപൊരുതുകയാണ്. അവിടെ UDFിനേക്കാൾ ഇവിടെ LDF അഡ്വാൻറ്റേജ് എടുക്കുന്ന ഒരു കാഴ്ച കാണുന്നു. കാരണം കേന്ദ്രത്തിനെതിരെ ഞങ്ങളാണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ പോലും ഞങ്ങൾ ഇതാ പ്രതിക്കൂട്ടം നിർത്തിയിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? സർവകലാശാല നിയമം ഞങ്ങളുടെ നിയമസഭ, ജനങ്ങൾ തെരഞ്ഞെടുത്ത കേരളത്തിലെ നിയമസഭ പാസാക്കിയത്. അതിന്റെ വകുപ്പ് എന്താണ്? പ്രസിഡന്റ്. ഇതാണ് വകുപ്പ്. ഗവർണർക്ക് ഒരു ബില്ല്, സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ല് ഗവർണർക്ക് സമർപ്പിച്ചാൽ ഗവർണർക്ക് 3 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ആ ബില്ലിൽ സൈൻ ചെയ്യാം. ആ ബില്ലിൽ സൈൻ ചെയ്താൽ ആ ബില്ല് നിയമമാകും, സ്റ്റാറ്റ്യൂട്ട് ബുക്കിൽ എത്തും. അത് അനുസരിക്കേണ്ടതാണ്. അത് ചില ബില്ലുകൾ ഗവർണർ അങ്ങനെ ചെയ്തു. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബിൽ ക്യാൻ ബി സെൻഡ് ബാക്ക് ടു ദി ലെജിസ്ലേച്ചർ ഫോർ റീകൺസിഡറേഷൻ. ഒരു പുനഃപരിശോധനയ്ക്ക് വേണ്ടി ഈ നിയമസഭയിലേക്ക് ആ ബില്ല് തിരിച്ചയക്കാൻ ഗവർണർക്ക് അവകാശമുണ്ട്. ഗവർണർ അത് പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ഈ 7 ബില്ലുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല ചെയ്തത്. മൂന്നാമത്തെ ഓപ്ഷനാണ് ഗവർണർ ചെയ്യുന്നത്. ബില്ല് കയ്യിൽ കിട്ടി, ആ ബില്ലിനെ കുറിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞില്ല. ഇതിന്റെ പേര്, അമേരിക്കയിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ ഇതിന്റെ പേര് പോക്കറ്റ് വീറ്റോ എന്നാണ്. എന്നാൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇവിടെ ഇല്ല. ബില്ല് വീറ്റോ ചെയ്യുന്ന, നേരിട്ട് വീറ്റോ ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് നേരിട്ട് വേണേൽ വീറ്റോ ചെയ്യാം. വീറ്റോ എന്നല്ല തടയാം. വീറ്റോ എന്നല്ല പറയുക, അത് ബില്ല് അംഗീകരിക്കാതിരിക്കാം. പക്ഷെ അതിന് ന്യായമായ കാരണം ഉണ്ടാകണം. ഇവിടെ സംഭവിച്ചത് ബില്ല് വലിയ കാലയളവ്, ഒരു വർഷത്തോളം തന്റെ കൈവശം വെച്ചു. അതായത് പോക്കറ്റിൽ സൂക്ഷിച്ചു. അതിന്റെ പേരാണല്ലോ പോക്കറ്റിൽ സൂക്ഷിക്കുന്നത് വഴി പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ തങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ബില്ല് പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാതെ, അതിന്മേൽ തീരുമാനമെടുക്കാതെ കൈവശം വെച്ച് വൈകിപ്പിച്ച് നിയമസഭയുടെയോ അല്ലെ പാർലമെന്റിന്റെയോ കാലാവധി കഴിയുന്നത് വരെ വൈകിപ്പിക്കുകയും അങ്ങനെ ബില്ല് കാലഹരണപ്പെടുകയും ചെയ്യുന്നതിനാണല്ലോ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ഭരണഘടനയിൽ പോക്കറ്റ് വീറ്റോ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് അതിന് തത്തുല്യമായ ഒരു കാര്യം ഗവർണർ ചെയ്തു. അതാണ് ബില്ല് തീരുമാനമെടുക്കാതെ ഗവർണർ വെച്ചു. യെസ് എന്നും നോ എന്നും പറയാതെ തീരുമാനമെടുക്കാതെ വെച്ചു. ആ ഒരു പഴുത് കണ്ടുകൊണ്ടാണ് കേരള സർക്കാർ കോടതിയിൽ പോയത്. കോടതിയിൽ പോയി അനുകൂലമായ വിധി സമ്പാദിച്ചപ്പോൾ അപ്പോൾ പ്രസിഡന്റിന്റെ കോർട്ടിലാണ്. പ്രസിഡന്റിനാണ് പിന്നെ തീരുമാനമെടുക്കാനാവുന്നത്. ആ ബില്ലുകൾ ഗവർണർ പ്രസിഡന്റ് അയച്ചു. അവിടെയാണ് 4 ബില്ല് പ്രസിഡന്റ് സൈൻ ചെയ്യുകയും 3 സൈൻ ചെയ്യുകയും 4 സൈൻ ചെയ്യാതിരിക്കുകയും നിരസിക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നത്. ഇങ്ങനെ പോകുന്നതിലൂടെ അറിയാം ഇതിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാവില്ല എന്നറിയാം. പ്രസിഡന്റിന്റെ തീരുമാനം അന്തിമമാണെന്നറിയാം. അതാണ് ഭരണഘടനാപരമായ നിയമം. അപ്പൊ ഇത് മൗലികാവകാശങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല. അത് വ്യക്തിക്ക് മാത്രമുള്ളതാണ്, സംസ്ഥാനത്തിനുള്ളതല്ല, ഗവൺമെന്റിനുള്ളതല്ല, ഒരു കൂട്ടം ആളുകൾക്കുള്ളതല്ല മൗലികാവകാശങ്ങൾ. വ്യക്തികൾക്ക് അനുഭവിക്കാനുള്ള മൗലികാവകാശങ്ങളിൽ ഇങ്ങനെ ഒരു ഒട്ട് കൊടുക്കുമ്പോൾ അത് തള്ളിപ്പോകാനുള്ള സാധ്യതയാണ് ഏറെ. ഇത് മനസ്സിലാക്കാതെ സംസ്ഥാന സർക്കാർ ഇത് കൊടുക്കുമ്പോൾ ഇത് ഗാലറിയെ നോക്കിയുള്ള ഒരു കളിയായി മാത്രമേ ഇപ്പോഴത്തെ നിലയിൽ ഇതിനെ കാണാൻ ഒക്കൂ എന്നാണ് രോഹിണി എന്റെ അഭിപ്രായം. ശരി. ശ്രീ JR പത്മകുമാർ, ഇവിടെ പിണറായി സർക്കാരിൻ്റെ ഈ നീക്കത്തെ ഒരു രാഷ്ട്രീയ നാടകമായാണ് BJPയും UDFും കാണുന്നത്. പക്ഷേ ഇവിടെ കോൺഗ്രസ് ഒരു പടി കൂടി കടന്ന് മറ്റൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഇത് BJP, CPM അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെയും കേന്ദ്ര നേതൃത്വത്തിൻ്റെയും ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഫലമാണ് പൊതുജനങ്ങളെ
കൺകെട്ട് വിദ്യയിലൂടെ പറ്റിക്കാനാണ് ഇത്തരത്തിലൊരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഇത് തങ്ങൾ മാത്രമാണ് കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്. പക്ഷെ അന്തിമമായി ഇവർ ഒറ്റക്കെട്ടാണ്. കാരണം ഇന്ത്യ മുന്നണിയിൽ പോലും CPM-ന്റെ ഒരു വിമുഖത പല കാര്യങ്ങളിലും കാണുന്നുണ്ട്. അത് BJP-യുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഈ ഒരു വിമർശനത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? മുഖവിലേക്ക് തന്നെ തള്ളിക്കളയുകയാണ്. കാരണം ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റില്ല. കേരളത്തിലെ ജനങ്ങൾ അത്ര മടയന്മാരൊന്നുമല്ല. ഇപ്പോൾ മോഹൻ വർഗീസ് അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. എനിക്ക് അത് അഭിപ്രായത്തിലൊരു വ്യത്യാസമുണ്ട്. എനിക്കൊരു ഇതര അഭിപ്രായമുണ്ട്. ആരാണ് BJP എതിർക്കുന്നത് അവർക്ക് മതേതര വോട്ട് കിട്ടുമെന്നുള്ളതല്ല. ആരാണ് BJP-യെ കൂടുതൽ എതിർക്കുന്നവർ അതിന് കേരളത്തിലുള്ള വർഗീയ വോട്ടുകളെ അങ്ങോട്ട് കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസും LDF-ഉം UDF-ഉം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, മതേതര വോട്ടിന് വേണ്ടിയിട്ടല്ല, വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. BJP-യിൽ വർഗീയത ആരോപിച്ചുകൊണ്ട് മറു സൈഡിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ആ വോട്ടിന് അതിൻ്റെ ചാമ്പ്യന്മാർ ആരാണ് എന്നുള്ളതിന് ശ്രമമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം, കേരളത്തിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംസ്ഥാന പാർട്ടിയല്ല. ഇവരെ ഇപ്പോൾ സോണിയാഗാന്ധി അല്ലെങ്കിൽ നമ്മുടെ രാഹുൽ ഗാന്ധിയും കർണാടകത്തിലുള്ള ഇപ്പോൾ ഒരു നേതാവൊക്കെയാണ് കോൺഗ്രസിനെ നമ്മുടെ വേണുഗോപാലൊക്കെയാണ് കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം യെച്ചൂരിയും പാർട്ടിയുമാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ ഇന്ത്യയിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും അവർ പിന്തുടരുന്ന ഭരണഘടനയും നിയമങ്ങളും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭരണഘടനയും ബാക്കി കാര്യങ്ങളും തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരും അതുപോലെ CPM-ന്റെ ആളുകളും പിന്തുടരുന്നത്. അവിടെ നമ്മുടെ അമരവിള കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒന്നാണ്. ഒരേ കൈപ്പത്തിക്കകത്ത് തന്നെ അരിവാൾ വയ്ക്കും, അരിവാളിനകത്ത് തന്നെ കൈപ്പത്തി വെക്കും. ബാക്കി എല്ലാം ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും എല്ലാം ഒരുമിച്ച് 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ്. എല്ലാ സ്ഥലത്തും ഒരുമിച്ച് BJP-യെ എതിർക്കുക എന്നുള്ളത്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ചെന്നാലും ഇത് തന്നെ സ്ഥിതി. രാജസ്ഥാനിൽ CPM-ഏ ഇല്ല, എന്നിട്ട് പോലും വേണുഗോപാൽ ഒരു സീറ്റ് അദ്ദേഹത്തിന് CPM-ന് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാ സ്ഥലത്തും CPM-ഉം കോൺഗ്രസും ഒറ്റക്കെട്ടായി നിൽക്കുകയും കേരളത്തിൽ വന്നിട്ട് BJP-യും CPM-ഉം മത്സരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കുന്നത് അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? ഇവരാണ് ചങ്ങാതിമാരായിട്ട് പ്രവർത്തിക്കുന്നത്. തങ്ങൾക്ക് എങ്ങനെയെങ്കിലും പരസ്പരം മത്സരിക്കുന്നു എന്നൊരു ധാരണ വരുത്തുകയും എന്നാൽ BJP-യെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പരസ്പരം ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കൽ തന്നെ കോഴിക്കോട് കോൺഗ്രസ് നമ്മുടെ CPM-ന്റെ സെക്രട്ടറി ആയിരിക്കുന്ന മോഹൻ മാസ്റ്റർ പറഞ്ഞത് വീഡിയോ ഇപ്പോൾ ലൈവായി തന്നെ ഇപ്പോൾ വീണ്ടും ഇലക്ഷൻ ആയപ്പോൾ വരുന്നുണ്ട്. ഞങ്ങൾ എവിടെയെങ്കിലും മത്സരിക്കുമ്പോൾ ഞങ്ങൾ 3-ാം സ്ഥാനത്ത് വരികയും BJP 1-ാം സ്ഥാനത്ത് വരികയും 2-ാം സ്ഥാനത്ത് കോൺഗ്രസ് വരികയും ചെയ്താൽ ഞങ്ങളുടെ വോട്ട് കോൺഗ്രസിന് അനുകൂലമായി വിനിയോഗിച്ചാൽ BJP-യെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ ഞങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ ആരാണ് ധാരണ? എന്താണ് ധാരണ? ഇതേ ധാരണ തന്നെയാണ് തിരിച്ച് CPM-ന് അനുകൂലമായിട്ട് കോൺഗ്രസും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ആരോപണങ്ങൾ കൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല, എക്കാലവും പറ്റിക്കാൻ കഴിയില്ല. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് പറ്റിച്ചിട്ടുണ്ടാവാം നേരത്തെ, അത് ഒരിക്കലും ആ ഒരു ആരോപണം ശരിയല്ല എന്നുള്ളതാണ്. പിന്നെ ഈ ബില്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് ഫയൽ ചെയ്തത് തന്നെ വളരെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ രാഷ്ട്രപതി അനുവാദം കൊടുത്തിട്ടുള്ള ലോകായുക്ത ബില്ല്, മന്ത്രിമാരോ ആരെങ്കിലും അല്ലെങ്കിൽ മുഖ്യമന്ത്രി തെറ്റ് കാണിച്ചാൽ ഒരു അഴിമതി നടത്തിയാൽ ആ അഴിമതിയിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഉപയോഗിച്ച്, നിയമസഭയുടെ ഭൂരിപക്ഷം ഉപയോഗിച്ച് അഴിമതിയെ വെള്ളപൂശുമെന്ന്, ഇത് ജനാധിപത്യപരമാണോ? ഇതെവിടെയെങ്കിലും ഉണ്ടോ? എങ്കിൽ പിന്നെ നമുക്ക് ഈ കോടതികളൊക്കെ മാറ്റിയിട്ട് എല്ലാ കുറ്റം ചെയ്യുന്ന ആളുകളെ എല്ലാം നിയമസഭയിലേക്ക് കൊണ്ടുവന്ന് നിയമസഭയിൽ ആ ആൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് വിലയിരുത്തി ഭൂരിപക്ഷ അഭിപ്രായത്തിൽ തീരുമാനിച്ചാൽ മതിയല്ലോ. അപ്പോൾ അഴിമതി, കറപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ വരുന്ന ഒരു കുറ്റമാണ്. അതിനുവേണ്ടി പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുക, അപ്പോൾ ആ ആക്ട് നിലനിൽക്കുമ്പോൾ ഒരു ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റം ചെയ്തു എന്നുള്ള കാര്യം ഒരു ഭരണഘടനാ സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ജുഡീഷ്യൽ ഫോറം അത് പ്രഖ്യാപിക്കുമ്പോൾ അതിനെ ഭൂരിപക്ഷം ഉപയോഗിച്ച്, നിയമസഭയിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് അതല്ല ആക്കാൻ വെള്ളപൂശു എന്ന് പറയുമ്പോൾ ഇത് നിയമപരമാണോ, ഭരണഘടനാപരമാണോ? അപ്പോൾ ഈ
ഇത് പറ്റില്ല എന്നാണ് ഗവർണർ പറഞ്ഞത്. രാഷ്ട്രപതി എന്തായാലും അതിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വരുമ്പോൾ ഇവിടെ നമ്മുടെ നിയമസഭ പാസ്സാക്കിയ സ്റ്റാറ്റ്യൂട്ടാണ് നമ്മുടെ സർവകലാശാല. ആ സർവകലാശാലയുടെ ജനാധിപത്യ സ്വഭാവവും അക്കാഡമിക് സ്വഭാവവും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആളുകൾക്ക് കയറി നിറങ്ങാനുള്ള അവർക്ക് ഒരു അട്ടിപ്പേർ അവകാശമുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ഇതിലൂടെ ശ്രമിക്കുന്നത്, ഈ ഇതിലൂടെ ശ്രമിക്കുന്നത്. അതിനെ അംഗീകരിച്ചു കൊടുക്കണം. അതിന് ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കോടതിയിൽ പോയിട്ടുള്ളത് എന്നാണ് പ്രചരിപ്പിക്കുന്നത്. എന്തെങ്കിലും ഭരണഘടനയും ജനാധിപത്യവും നിയമപരമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഇവരുടെ ഈ അവകാശവാദത്തിന്? അപ്പോൾ ഒരു അവകാശവാദമല്ല, ഇവരുടെ കമ്മ്യൂണിസ്റ്റ് വൽക്കരണത്തിന് ഈ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയൊക്കെ തകർക്കുക, അതുപോലെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കുന്ന സഹകരണ സംഘങ്ങളെയൊക്കെ തകർക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് പാർട്ടി ആധിപത്യം വരുന്നതിന് വേണ്ടിയിട്ട് ജനാധിപത്യത്തിനെ മറയാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗവർണറെയും പ്രസിഡന്റിനെയൊക്കെ പ്രതി ചേർത്ത് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രീതിയിലുള്ള തിരിച്ചടി സംസ്ഥാന ഗവൺമെന്റിനുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. ഒരിക്കലും ഒരു കോടതി അതിൽ ഇടപെടാൻ പറ്റില്ല. ഇന്ത്യൻ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പവർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം ആരോടും ആൻസർ ചെയ്യേണ്ട കാര്യമില്ല. ഒരു കോടതിക്കും അതിനോട് ആൻസർ ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ചെയ്യാനുള്ള അവകാശം ഉള്ളിടത്തോളം കാലം അദ്ദേഹം ചെയ്യും. പിന്നെ ഈ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ത്യയിലെ നമ്മുടെ നിലവിലുള്ള സെപ്പറേഷൻ ഓഫ് പവർ ഭരണഘടന അനുസരിച്ച് ജുഡീഷ്യറിക്കുള്ള പവർ, അതുപോലെ നമ്മുടെ എക്സിക്യൂട്ടീവിനുള്ള പവർ, അതുപോലെ തന്നെ നിയമസഭയ്ക്കുള്ള ലെജിസ്ലേച്ചറിനുള്ള പവർ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒന്നിനെയും മുകളിലേക്ക് ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ നിയമം വേണമെങ്കിൽ വിശകലനം ചെയ്യാൻ, ആ നിയമത്തെ സംബന്ധിച്ച് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള അവകാശം സുപ്രീം കോടതിക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ അത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ പവറിനെ കട്ടയിൽ ചെയ്യാനുള്ള ഒരു അവകാശമൊന്നും അല്ല. അപ്പോൾ അവർക്ക് ഇത് നല്ലവണ്ണം നിയമവിദഗ്ധർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോടതിയിൽ പോയിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചർച്ചയിൽ തുടക്കത്തിൽ എല്ലാവരും പറഞ്ഞതുപോലെ ഇത് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട്, ഞങ്ങളാണ് സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തിയത് എന്ന്. ഇപ്പോൾ നമുക്ക് കടമെടുപ്പുമായി ബന്ധപ്പെട്ട് പോയിട്ട് എന്താ പറഞ്ഞത്? സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ ഓർഡർ കിട്ടും എന്നാണ് പറഞ്ഞത്. ആദ്യം 57,000 കോടി കേരളത്തിൽ പിടിച്ചു വച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അവസാനം 5,000 കോടി എന്നാൽ 10,000 കോടി എന്നാൽ 13,000 മതി എന്നൊക്കെ പറഞ്ഞു. അവസാനം സുപ്രീം കോടതി പറഞ്ഞു അടുത്ത വർഷം കൊടുക്കാനുള്ളത് വേണമെങ്കിൽ ഇപ്പോൾ ഒരു കണ്ടീഷൻ എഴുതി ഒപ്പോട്ട് വായിച്ചിട്ട് കൊടുക്കാൻ പറയുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് അതേപോലെ തന്നെ ഒരു വിധിയും ഉണ്ടാവില്ല. ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ നേരത്തെ തന്നെ പഞ്ചാബ് കേസിലും ഒക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഒരു ഔട്ട്ലൈൻ പോലെ സുപ്രീം കോടതി കുറേ കാര്യങ്ങൾ പറയും, അങ്ങനെയൊക്കെ കീഴ്വഴക്കങ്ങൾ പാലിക്കേണ്ടതാണ്, ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിൽ പോകേണ്ടതല്ല എന്നൊക്കെ ഒരു അഡ്വൈസറി നേച്ചറിൽ വരാം എന്നുള്ളതിനപ്പുറം ശക്തമായ രീതിയിൽ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ അവർ കഴിയില്ല എന്നുള്ള നമ്മുടെ ജുഡീഷ്യറി കഴിയില്ല. ഇക്കാര്യത്തിൽ പ്രസിഡന്റിൻ്റെയും ഗവർണറെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇത് പൊളിറ്റിക്കൽ സ്റ്റണ്ട് എന്നുള്ളൊരു അപ്പുറം നിയമപരമായി യാതൊരു റെമഡിയും ഉണ്ടാക്കാൻ പോകുന്നില്ല. അതെ, ശ്രീ ജയരാജ്, അങ്ങനെ തന്നെയാണോ? ഇതൊരു രാഷ്ട്രീയ നാടകം മാത്രമാണോ? കാരണം ഹർജിയിലെ ആക്ഷേപത്തിൽ ഒന്ന് പറയുന്നത് അകാരണമായുള്ള വൈകിപ്പിക്കൽ എന്നാണല്ലോ. ഈ അകാരണമായുള്ള വൈകിപ്പിക്കൽ രാഷ്ട്രീയമായി തങ്ങൾക്ക് തിരിച്ചടിയാകാം. കാരണം പ്രത്യേകിച്ച് നിയമസഭയുടെ അധികാര പരിധിയിലുള്ള ഈ ബില്ലുകൾ തടഞ്ഞു വെച്ചതിലൂടെ എന്താണോ ഉദ്ദേശിച്ചത് രാഷ്ട്രീയമായി, അവിടെ എല്ലാം തിരിച്ചടികൾ നേരിട്ടതിൻ്റെ ഒരു ജാള്യത മറയ്ക്കാനായിട്ടാണോ ഇത്തരത്തിൽ ഈ ഹർജിയുടെ പിന്നിലുള്ള പ്രകോപനം? ശരി, നോക്കൂ, ഇതിനകത്ത് നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യം പ്രവർത്തിക്കുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഫെഡറൽ സംവിധാനത്തിനെ കാറ്റിൽ പകർത്തിക്കൊണ്ട് ഏകപക്ഷീയമായ ചില നടപടികൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് പരമോന്നത നീതിപീഠം അവിടെ നിന്ന് നമുക്ക് നീതി ലഭിക്കുമെന്ന് കരുതി നമുക്ക് പോകേണ്ടി വരുന്നത്. നേരത്തെ കേരളത്തിന് അനുവദിക്കുന്ന പണത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും കടമെടുപ്പ് പരിധി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ സുപ്രീം കോടതിയിൽ പോയപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു ചർച്ചയ്ക്ക് തന്നെ തയ്യാറാകുന്നത്. സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഡയറക്ഷനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവരാദ്യമേ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങോട്ട് വെച്ച നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 5,000 കോടി രൂപ തരാം, നിങ്ങൾ കേസുകളെല്ലാം വിഡ്രോ ചെയ്യണം. പക്ഷേ കേരളം അതിന് പോയില്ല.
അതിന് പകരം കേസുമായി തുടർന്നു പോവുകയാണ് ഉണ്ടായത്. പിന്നീടുള്ള വസ്തുതകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന പോലെ ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയുന്ന തത്വം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ 8 ബില്ലുകൾ ഒരെണ്ണം പാസ്സായിട്ടുണ്ട്, ലോകായുക്ത ബില്ല്. അത് കഴിഞ്ഞ ഫെബ്രുവരി മാസം 9-ാം തീയതി പാസ്സായി 2022. അതൊഴിച്ചുള്ള ബാക്കി 7 നിയമ ഭേദഗതി ബില്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കേരള സർവകലാശാല ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിലെ സർവകലാശാലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർവകലാശാല ഭേദഗതി ബില്ല്, കേരള സഹകരണ സംഘം നിയമ ഭേദഗതി ബില്ല്, ഇങ്ങനെയുള്ള നിയമ ഭേദഗതി ബില്ലുകളാണ്. അല്ല, ഇതിനൊക്കെ ഒരു രാഷ്ട്രീയ വശം കൂടിയില്ലേ? ഈ സർവകലാശാല നിയമ ഭേദഗതി ബില്ലും വൈസ് ചാൻസലർമാരെ നിർണ്ണയിക്കുന്ന സെർച്ച് കമ്മിറ്റിയിലെ ഗവർണറുടെ അധികാരം കുറയ്ക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലും ഒക്കെ CPM-ന്റെ വല്ലാത്തൊരു താല്പര്യമാണ്. അതുതന്നെയാണ് ഈ ക്ഷീരസംഘം സഹകരണ ബില്ലിന്റെ കാര്യത്തിലും. കാരണം എങ്ങനെയെങ്കിലും മിൽമയുടെ ഭരണം സർക്കാർ നിയന്ത്രണത്തിലാക്കുക എന്നുള്ള ഉദ്ദേശം, ഇതിലൊക്കെ രാഷ്ട്രീയമായ ഒരു ദുരുദ്ദേശമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അകാരണമായുള്ള വൈകിപ്പിക്കൽ എന്നുള്ള ഭാഷ്യത്തിൽ കോടതിയെ സമീപിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക? നമ്മളിപ്പോൾ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലൊരു മന്ത്രിയുടെ സത്യപ്രതിജ്ഞയായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഗവർണർ ഇടപെട്ട കാര്യം നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ സുപ്രീം കോടതിയുടെ സ്ട്രോങ് ആയിട്ടുള്ള ഡയറക്ഷൻ തന്നെ ഉണ്ടായി. അതുകൊണ്ട് ആ മന്ത്രിക്ക് അവിടെ സത്യപ്രതിജ്ഞ. അപ്പോൾ എല്ലാ കാര്യത്തിനും നമ്മൾ പരമോന്നത നീതിപീഠത്തിനെ സമീപിക്കണമെന്നൊക്കെ പറയുന്നത് തന്നെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഒട്ടും ഭൂഷണമല്ല. ഇതിനകത്ത് ലംഘിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ 14 വകുപ്പ്, 200 വകുപ്പ്, 201 വകുപ്പുകൾ എന്നുള്ള വകുപ്പുകളുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എനിക്ക് മുമ്പ് ശ്രീ പത്മകുമാറിന് മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞതുപോലെ നമുക്ക് വീറ്റോ പവറൊന്നും ഇല്ലല്ലോ. വീറ്റോ പവറൊന്നും ഇല്ലാത്തടത്തോളം കാലം ഇത് എത്ര കാലം നീട്ടിക്കൊണ്ട് പോകാം, എത്ര കാലം ഇത് കയ്യിൽ വെച്ചിരിക്കാം. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറഞ്ഞത്. അപ്പം പരമാവധി വൈകിപ്പിച്ച് അത് നടപ്പിലാക്കാതിരിക്കാം, സ്വന്തം സ്വേച്ഛാധിപത്യം നടപ്പിലാക്കാം എന്നൊക്കെയുള്ള ഇതിനേക്കാളും വലിയ സ്വേച്ഛാധിപതികളെയും ഇതിനേക്കാളും വലിയ ആളുകളെയൊക്കെ കേരളം കണ്ടതാണ്. നമുക്ക് CPയുടെ ചരിത്രം മുഴുവൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിലാവുന്നതാണ്. വളരെ വ്യക്തമായിട്ട് ഒരു ചരിത്ര വിദ്യാർത്ഥി അല്ലെങ്കിൽ ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നാളെന്ന രീതിയിൽ നമ്മൾ അത്തരം കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വിധികളും ഇത്തരത്തിലുള്ള ആളുകളും അവരെടുത്തിട്ടുള്ള സമീപനങ്ങളും അതിനെ കേരള ജനത എങ്ങനെ സ്വീകരിച്ചു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇനി ഇത് പൊളിറ്റിക്കൽ സ്റ്റണ്ട് എന്നൊക്കെയാണ് കോൺഗ്രസ് ഇതിനെ വിശദീകരിച്ചത്. ഇപ്പം പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ പ്രധാനമന്ത്രിയെ പ്രോട്ടോകോൾ അനുസരിച്ച് സ്വീകരിക്കേണ്ടുന്നത് മുഖ്യമന്ത്രിയുടെ കടമയാണ്, അത് ഉത്തരവാദിത്വമാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ പ്രധാനമന്ത്രി സ്വീകരിച്ച കണ്ടില്ല, പ്രധാനമന്ത്രിയെ കൈകൊടുത്ത കണ്ടില്ല, പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിച്ച കണ്ടില്ല എന്ന ഒരു തരത്തിലൂടെ ആരോപണം നടത്തുകയും മറുവശത്തൂടെ ഇത്തരത്തിലുള്ള പ്രത്യാപനം നടത്തുകയും. ശരിക്കും നമ്മൾ KG മാരാറിൻ്റെ ആത്മകഥയൊക്കെ എടുത്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ പഴയ ചരിത്രങ്ങളിൽ അഡ്വക്കേറ്റ് രത്നസിംഗിനെ മത്സരിച്ചപ്പോൾ കോഹ്ലി ബി സഖ്യം എന്നൊക്കെ നമ്മൾ പറയുന്ന കോൺഗ്രസ് ലീഗും BJP ആയിട്ടുള്ള സഖ്യമൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ആരായിട്ടാണ് ഇലക്ടറൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുള്ളത്, എന്തെല്ലാം അന്തർധാരകളാണ് ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ നമ്മൾ പഴയ ചരിത്രങ്ങളെടുത്ത് നോക്കിയാൽ അറിയാം. അത്തരത്തിലുള്ള പല നീക്കുപോക്കുകളും പല ഭാഗങ്ങളും നടക്കുന്നതായിട്ട് കൃത്യമായിട്ട് നമുക്കിപ്പോൾ കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു നീക്കുപോക്ക് നടക്കുന്നതിൻ്റെ ലക്ഷണങ്ങളെല്ലാം കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ. അതുപോലെ ഓരോ മണ്ഡലങ്ങളിലും അത്തരത്തിലുള്ള അടിയൊഴുക്കുകൾ വളരെ സജീവമാണ്. അപ്പോൾ ഇതെല്ലാമാണ് യാഥാർത്ഥ്യം, രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്നിരിക്കെ ഇതിപ്പം ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷന് വേണ്ടിയിട്ടാണ്. ശരിക്കും ഇവിടെ എന്താണ് ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തി തന്നെയാണ് വളരുന്നതെന്നുള്ള EMS നമ്പൂതിരിപ്പാട് പറഞ്ഞ അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയം പോകുന്നത്. ഇപ്പം ലീഗ് അത്തരത്തിലുള്ള ന്യൂനപക്ഷ പാർട്ടികൾ ശക്തമാകുമ്പോൾ ഭൂരിപക്ഷത്തിലുള്ള പാർട്ടികൾ, ഭൂരിപക്ഷ വർഗീയതയുടെ സ്ഥാനം പിടിക്കുന്ന പാർട്ടികൾ അതിൽ വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർ തമ്മിലാണ് സാധാരണഗതിയിൽ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവുന്നത്. സാധാരണ അങ്ങനെയാണ് കണ്ടുവരുന്നത്, കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ തന്നെയാണ് കണ്ടുവരുന്നതും. അതിനിടയ്ക്കൂടെയാണ് ഇത്തരം ആരോപണങ്ങൾ നടക്കുന്നതും. ഒരു തെരഞ്ഞെടുപ്പ് സമാഗതമായിട്ടുള്ള ഇത്രയും വൈകിയ സമയത്ത് ഇപ്പോൾ ഈ സമയത്ത് എന്തിനാണ് കേസ് കൊടുത്തത്, ഇപ്പോൾ കെജ്രിവാളിൻ്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തിനാണ് ഈ സമയത്ത് കേസ് കൊടുത്തതെന്നൊക്കെ ചോദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഈ സമയത്ത് എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നത് പോലെ ഇതേ ചോദ്യം തന്നെ അങ്ങോട്ട് ചെയ്യാം. ഈ സമയത്ത് എന്തിനാണ് കേസ് കൊടുത്തത്, അല്ലെ ഈ സമയത്ത് കൺസൾട്ടേഷന് വേണ്ടിയാണോ? അവിടെ അങ്ങനെ ചെയ്യാമോ? ഇവിടെ ഇങ്ങനെ ചെയ്താൽ എന്താണ്? രണ്ടും സമയം ഇലക്ഷൻ ടൈം തന്നെയാണല്ലോ. രണ്ട് കാര്യങ്ങളും നടക്കുന്നത് ഇലക്ഷൻ ടൈം തന്നെയാണല്ലോ. അപ്പോൾ ഒന്നിനെ നമ്മൾ ന്യായീകരിക്കുകയും മറ്റൊന്നിനെ നിരാകരിക്കുകയും ചെയ്യുന്നതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ പറയുന്ന ഗ്രാൻഡ് ജൂറി എന്ന് പറയുന്ന സംവിധാനം തെരഞ്ഞെടുപ്പ് ഇല്ലല്ലോ, നാടകമാണ് എന്നുള്ളത് BJP മനഃപൂർവ്വമായിട്ടാണ് അതിലേക്ക് കടന്നത്, വളരെ തിടുക്കപ്പെട്ട് കടന്നത് എന്നുള്ളത് CPM-ഉം LDF-ഉം തന്നെ ആരോപിക്കുന്നതാണ്. അപ്പോൾ LDF-ന്റെ ഭാഗത്തു നിന്നും CPM സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതേ നീക്കം കേന്ദ്ര സർക്കാരിനെതിരെ കോടതിയിൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും?
കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണം ഉണ്ടാവുന്നതല്ലല്ലോ, ഇതൊരു വാസ്തവമായിട്ടുള്ള കാര്യമല്ലേ. 2 വർഷമായിട്ട് ബില്ലുകൾ ഇത്രയും പിടിച്ചു വെച്ചിരിക്കുകയാണ്. അത് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കുറച്ചുകൂടെ ഗ്രാമീണ ഭാഷയിൽ പറയുകയാണെങ്കിൽ ബില്ലിന്റെ പുറത്ത് അടയിരിക്കുകയാണ്, അല്ലെങ്കിൽ പോക്കറ്റിലിട്ട് സൂക്ഷിക്കുന്ന ഒരു അവസ്ഥയിൽ ഹയർ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഹയർ എഡ്യൂക്കേഷൻ്റെ സിലബസ് റിവിഷനായിട്ട് ബന്ധപ്പെട്ട് സിലബസ് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 5 ദിവസത്തെ സമഗ്ര വർക്ക്ഷോപ്പ് ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇത്രയധികം വൈകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇടപെടലുകളുകൊണ്ടാണ്. വൈസ് ചാൻസലറുടെ മുന്നിൽ പുതിയതായിട്ട് 2 സർവകലാശാലകളുടെ ഉത്തരവാദിത്തമുള്ള ഒരു വൈസ് ചാൻസലറാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ. ആ വൈസ് ചാൻസലർക്ക് ഇത്രയും ഫയലുകൾ നോക്കാൻ പറ്റില്ല. അത് കാരണം ഫയലുകൾ കൂമ്പാരങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇത്തരം കാര്യങ്ങൾ. ഇത് ടെൻറ്റേറ്റീവായിട്ട് പാരൻസിനെയും വിദ്യാർത്ഥികളെയും വിളിച്ചിരുത്തി പുതിയ NEP നടപ്പിലാക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് NEP നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് പാരൻസിൻ്റെ ഡൗട്ട്സ്, കുട്ടികളുടെ ഡൗട്ട്സ്, ഇവരെല്ലാം എല്ലാ സ്കൂളുകളിലും പോയി പാസ് ഔട്ട് ആവുന്ന കുട്ടികളോടും വിദ്യാർത്ഥികളോടും പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരികയെന്ന് പറയുകയും, അല്ലെങ്കിൽ ഇത് ഈ ഓടിപ്പിടിച്ച് 5 ദിവസം രാവും പകലും ഉറക്കമൊഴിച്ചിരുന്നിട്ടാണ് ഇത്തരത്തിലുള്ള സിലബസുകൾ ഉണ്ടാക്കുകയും ആ സിലബസുകളുടെ സാധ്യത കൃത്യമായിട്ട് പരിശോധിക്കുകയും നമ്മൾ വരുന്ന വർഷത്തിൽ നടപ്പിലാക്കാൻ പോകും. എന്നാൽ ചോദിക്കും എന്തിനാണ് ഇത്ര തിടുക്കമെന്ന്. പക്ഷേ നമ്മൾ നടപ്പിലാക്കിയെങ്കിൽ നമ്മൾ ബഹുദൂരം പിന്നിലേക്ക് പോകും. എന്തുകൊണ്ടാണ് ഇത്ര വൈകിയെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ഡിലേസ് വരുന്നതുകൊണ്ടാണ്, ഇത്രയും തടസ്സങ്ങൾ വരുന്നതുകൊണ്ടാണ് ഇത്രയും ഡിലേ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ ഘട്ടങ്ങളിലും സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ, മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിൽ, വിദേശങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ കാര്യത്തിൽ, എല്ലാ കാര്യങ്ങളിലും ഇതിൻ്റെ ഡിലേ വരികയാണ്. ഒറ്റ ലൈൻ കൊണ്ട് 9 വൈസ് ചാൻസലർമാരെ മാറ്റുകയും പുതിയ സംവിധാനം പഠിച്ചു വരുന്നതിന് മുമ്പിൽ പുതിയ ആളുകളെ നിയമിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് അറിയാൻ വയ്യാത്ത ആളൊന്നും അല്ല ഗവർണർ. പിന്നെ വ്യക്തിപരമായിട്ട് എന്താണെന്ന് എനിക്കറിയില്ല, ഇടയ്ക്ക് ഇങ്ങനെ പെരുമാറാറുണ്ട്, ഇടയ്ക്ക് ചിലപ്പോൾ സ്വഭാവത്തിൽ വ്യത്യാസം വരാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇതിപ്പോ അങ്ങനെ തട്ടിക്കളിക്കേണ്ടുന്ന ഒരു സംസ്ഥാനമല്ലല്ലോ ഇപ്പൊ കേരളം. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മൂല്യച്യുതിയൊക്കെ ഈ ഗവർണറുടെ ഇടപെടൽ അല്ലാതെ തന്നെ എത്രത്തോളം മോശമായിരിക്കുന്നു എന്നുള്ളത് പൊതുജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. താങ്കളിലേക്ക് എത്താം. ശ്രീ റോണി കെ ബേബി, താങ്കളുടെ ആരോപണത്തെ ഒരു മറു വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ജയരാജ് പ്രതികരിക്കുന്നത്. കാരണം താങ്കളിലേക്ക് എത്താം. ശ്രീ റോണി, ഇവിടെ BJPയുമായിട്ടുള്ള ബാന്ധവം കോൺഗ്രസിനാണ് എന്നുള്ള രീതിയിലാണ് CPM ആരോപണം നടത്തുന്നത്. അതിൻ്റെ അടിയൊഴുക്കുകൾ ഇപ്പോൾ കൊല്ലത്ത് NK പ്രേമചന്ദ്രനിലൂടെ കാണാൻ സാധിക്കുന്നുണ്ടെന്നൊക്കെയുള്ളൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ ആർക്കാണ് ശരിക്കും ബന്ധം? കാരണം ഓരോ പ്രാവശ്യവും പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോൾ CPM BJP ബാന്ധവം എന്ന് പറയുന്നു, കോൺഗ്രസ് BJP ബാന്ധവം എന്ന് പറയുന്നു, വോട്ട് അതാതിടങ്ങളിൽ താല്പര്യപ്രകാരം മറിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ലാതെ എന്താണ് വസ്തുത എന്നുള്ളത് ഇന്നും പൊതുജനങ്ങൾക്ക് മുൻപാകെ പറയാൻ ധൈര്യം കാണിക്കുന്നില്ല. ഏതൊക്കെയാലും ഡോക്ടർ ജയരാജ് പറഞ്ഞൊരു കാര്യം കേട്ടപ്പോൾ വലിയ അത്ഭുതം തോന്നി. കേരള നിയമസഭ പാസാക്കി ഇപ്പോൾ പ്രസിഡന്റിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന സർവകലാശാല ഭേദഗതി നിയമം, ആ നിയമം അല്ലെങ്കിൽ അംഗീകരിക്കാത്തത് കൊണ്ടാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ പ്രതിസന്ധിയിൽ നിൽക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടെയുള്ളവ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റാത്തതൊക്കെ എല്ലാം അപ്പൊ അത്രമാത്രം ചരിത്ര പ്രാധാന്യമുള്ള ഒരു നിയമമാണല്ലോ എന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ, ഫിഷറീസ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ, സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ, ഇവരെയൊക്കെ പുറത്താക്കിയതാരാ? ഈ 3 പേരും പുറത്താക്കിയത് കോടതി വിധിയിലൂടെയാണ്. കാരണം എന്താ? മിനിമം യോഗ്യത ഇല്ലാത്തത് കൊണ്ട്. അതുപോലെ കാലിക്കറ്റ്, കാലടി, അതുപോലെ തന്നെ തുടങ്ങിയ സർവകലാശാലകൾ, അവിടുത്തെ വൈസ് ചാൻസലർമാരെ പുറത്താക്കിയത് എന്ന് പറയുന്നത് ഗവർണറാണ്. UGCയുടെ പ്രത്യേക സംഘടന കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു കേരളത്തിലെ സർവകലാശാല വൈസ് ചാൻസലർമാർക്കൊന്നും ഈ പറഞ്ഞ യോഗ്യതയില്ലാന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് CPM ഈ നിയമം പാസ്സാക്കണം എന്ന് വാശി പിടിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ അവർക്ക് താല്പര്യമുള്ള ആളുകളെ ഇതിനകത്ത് കുത്തിനിറക്കുക, അല്ലാതെ ഈ പറയുന്ന ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്, യോഗ്യതയുടെ വിഷയമല്ല. കള്ളത്തരം പറയാതിരിക്കും. നിങ്ങൾക്ക് മാത്രമല്ല അങ്ങനെ CPMമാർക്ക് മാത്രമൊന്നുമില്ല. കണ്ണൂർ വൈസ് ചാൻസലറെ കൈ പിടിച്ച് ഇറക്കി വിട്ടാരാ? സുപ്രീം കോടതി വരെ പോയില്ലേ? നിങ്ങളുടെ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പോയിട്ട് പ്രൊട്ടക്ഷൻ കിട്ടാത്തത് ആരെ പിന്നെ പൊതുജനങ്ങൾ അങ്ങനെ CPMന്റെ ഭാഷ ഒന്നും സംസാരിക്കണം. ഞങ്ങൾക്കൊക്കെ അത്യാവശ്യം സാമാന്യ ബോധവും, ഞാനും വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ CPMകാരൻ പറയുന്നത് മാത്രം ശരിയാണ് എന്നുള്ളത് ശരിയല്ല. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, കൃത്യമായിട്ട് തന്നെ അന്തർധാര BJPയുടെ സ്ഥാനാർത്ഥി മികച്ചവരാണ് എന്ന് പറഞ്ഞത് BJPയുടെ നിങ്ങൾ അങ്ങനെ പറയാതെ നിങ്ങൾ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നത് ഞങ്ങൾക്കൊന്നും ഒരു വിവരമില്ല, കോൺഗ്രസ്കാർക്കൊന്നും ഒരു വിവരമില്ല, നിങ്ങൾ മാത്രമല്ല പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് മികച്ചവരാ എന്ന് പറഞ്ഞ ആരാ? കോൺഗ്രസ്കാരാണ് പറഞ്ഞത്. ഇവിടെ CPMന്റെ LDFന്റെ കൺവീനറാ പറഞ്ഞത്. BJPയുടെ അപ്ലൈ എന്താ അതിനെ സ്വാഗതം ചെയ്യുന്നവരാ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് നിൽക്കട്ടെ.
ഞാൻ ഇവിടെ ഉന്നയിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേരള സർക്കാർ കേസ് കൊടുത്തു. കേസിന്റെ തുടർ നടപടികൾ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. നിർമ്മല സീതാരാമൻ ഉൾപ്പെടെ ഇന്ത്യൻ ധനകാര്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് എന്താ, കേരളത്തിന് കൊടുക്കാൻ ഒന്നുമില്ല, ഒരു നായ പൈസ പോലും കേരളത്തിന് കൊടുക്കാനില്ല എന്നാ പറഞ്ഞു. സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത ഉടനെ എന്ത് ചെയ്യുന്നു, അതാ വരുന്നു. എത്ര കോടിയാ വരുന്നത്? 13,608 കോടി രൂപ. അപ്പൊ ഇതൊന്നും ഈ പറഞ്ഞ കേന്ദ്ര സർക്കാർ കേരളത്തിനൊന്നും കൊടുക്കാനില്ലാത്തതാണ്. ഹെഡുകൾ തന്നെ നോക്കുക. വൈദ്യുതി മേഖലയിൽ പരിഷ്കാരം എന്ന് പറഞ്ഞത് 4,866 കോടി രൂപ. പിന്നെ ഒരു കാര്യം മനസ്സിലായി, കിഫ്ബി എടുത്ത വായ്പ തിരിച്ചടവ് വകയിൽ സംസ്ഥാനത്തിന്റെ GDP കണക്കാക്കുന്നതിൽ കേന്ദ്രത്തിന് തെറ്റ് സംഭവിച്ചു. സുപ്രീം കോടതി കേസ് കൊടുത്തത് കേന്ദ്രം തെറ്റ് സമ്മതിച്ചു. എത്രയും നാളും കേന്ദ്രത്തിന് സമ്മതിക്കാൻ, ഇവിടെ തെറ്റ് സമ്മതിക്കാൻ ഒന്നുമില്ലായിരുന്നു. അവിടെ തെറ്റ് ചെയ്തിട്ടേ ഇല്ല. കേരളത്തിന് ഒരു വിഹിതവും കൊടുക്കാനില്ല. അപ്പോഴേ കേന്ദ്രം അവരുടെ തെറ്റ് സമ്മതിച്ചു. കിഫ്ബി തിരിച്ചടവ് അത് ഈ പറയുന്ന കേരളത്തിലെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കി ആ വകയിൽ കൊടുത്തു 2,543 കോടി രൂപ. അടുത്തത് ട്രഷറി സേവിംഗ് ബാങ്കിലെ നിക്ഷേപം വായ്പയായി പരിഗണിച്ച വകയിൽ വെട്ടിക്കുറവ് വരുത്തിയത് 3,322 കോടി രൂപ. അപ്പോൾ ഈ പറയുന്ന സുപ്രീം കോടതിയിൽ സംസ്ഥാനം കേസ് കൊടുക്കുന്നതിനുണ്ട് കേന്ദ്രത്തിന് ഇതൊക്കെ നിയമവിരുദ്ധമായിരുന്നു, അല്ലെങ്കിൽ ട്രഷറി നിക്ഷേപം അതൊക്കെ എന്ന് പറയുന്നത് പിന്നെ നിയമവിരുദ്ധമാണെന്ന് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ അറിയത്തില്ലായിരുന്നു. കേസ് കൊടുത്തതിന് പിറ്റേ ദിവസം സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അയക്കൽ ഈ കേസ് ഞങ്ങൾ അയക്കൽ ഇടപെടുന്നില്ല, ഞങ്ങൾ അയക്കൽ വിധി പറയുന്നില്ല, നിങ്ങൾ അങ്ങ് ചർച്ച ചെയ്ത് തീരുമാനിച്ചു. സുപ്രീം കോടതി പറഞ്ഞു 12 മണിക്കൂർ തീർന്നില്ല. അതിനിടെ വന്നു കഴിഞ്ഞു എത്രയാ, 13,608 കോടി രൂപ. വീണ്ടും പറയുന്നു 10,000 കോടി തരണം. കേരളം പറയുക അത് പോരാ, 13,608 പോരാ, വീണ്ടും 10,000 കോടി വേണം. കേന്ദ്രം ഉടനെ പറയുന്നു ശരി 5,000 കോടി തന്നേക്കാം. കേരളം പറയുന്നു വേണ്ട, ഞങ്ങൾക്ക് 10,000 വേണം. സുപ്രീം കോടതി പറയുന്നു കിട്ടുന്ന മേടിച്ചോണ്ട് പൊക്കോ, ഇത്രയും പോകും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എന്താ, കേരളം ഈ പറയുന്ന പിന്നെ ഈ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ആളുകളൊക്കെ എന്താ വിഡ്ഢികളാണ്? ഇതൊക്കെ എന്താ ഒരു നാടകം. ഇവിടെ സുപ്രീം കോടതിയിൽ പോകുന്നു, കേന്ദ്രത്തെ വെല്ലുവിളിക്കുന്നു. അന്നത്തെ ഈ അനുവദിച്ചിരിക്കുന്ന തുകയൊക്കെ അടുത്ത വർഷം കിട്ടാനുള്ളതാണ്. അതിൽ നിന്നാണ് ഒരു അടുത്ത വർഷമല്ല, ഈ വർഷം തന്നെ, ഈ സാമ്പത്തിക വർഷം, ഈ മാർച്ച് മാസം അവസാനിക്കുന്ന സാമ്പത്തിക വർഷം കേരളത്തിന് കൊടുക്കേണ്ടിയിരുന്ന തുക തന്നെയാ 13,608. ഈ 13,608 കോടി രൂപ നേരത്തെ കേരളത്തിന് കൊടുത്തിരുന്നെങ്കിൽ കേരള സർക്കാർ ഈ ഹർജിയുമായി സുപ്രീം കോടതി പോയി ഇവിടെ ഉണ്ടാക്കിയിരുന്ന നാടകങ്ങൾ എന്തായിരുന്നു? ഇവിടെ എന്തോ ഒരു വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. കേരളത്തിന് പുറത്തു വയ്ക്കുന്നതിന്റെ പ്രക്ഷോഭമൊന്നുമില്ല. കേരളത്തിനകത്ത് ഡിവൈഎഫ്ഐ വലിയ മനുഷ്യച്ചകല പിടിക്കുന്നു. അതുപോലെയുള്ള മറ്റൊരു നീക്കമാണ് ഇതും എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ഒറ്റ കാര്യം ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ലോകായുക്ത നിയമ ഭേദഗതി നിങ്ങൾ ഈ പറയുന്ന ഗവർണറും രാഷ്ട്രപതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഉപദേശപ്രകാരം പ്രവർത്തിക്കുന്നതാണല്ലോ. ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രപതി ഏത് തീരുമാനം എടുത്താലും that should be on the basis of the written advice given by the Prime Minister and Council of Ministers എന്ന് ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ അറിയാതെയാണോ രാഷ്ട്രപതി ഫയലിൽ ഒപ്പിടാതിരിക്കുന്നത്? ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ കേരള നിയമസഭ പാസാക്കിയ നിയമങ്ങളെല്ലാം ഈ പറയുന്ന ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണെങ്കിൽ എന്തിനാണ് ലോകായുക്ത നിയമ ഭേദഗതിക്ക് പിന്നെ പ്രസിഡന്റ് പിന്നെ അനുമതി കൊടുത്തത്? നിങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന സ്റ്റാൻഡ്, ഈ സംസ്ഥാന നിയമസഭ പാസ് അതാണല്ലോ ഗവർണറും ഒക്കെ പറയും. ഗവർണർ അതുകൊണ്ടാണല്ലോ ഇത് പിന്നെ ഭരണഘടനാ വിരുദ്ധം. ഗവർണർ ഒരു കാര്യം പ്രസിഡന്റിന് ആർട്ടിക്കിൾ 201 പ്രകാരം ഈ ബില്ലുകൾ പ്രസിഡന്റിന് പരിഗണനയ്ക്ക് വിടുമ്പോൾ തീർച്ചയായിട്ടും അതിലൂടെ അർത്ഥമാക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ നിയമത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട്, സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അങ്ങനെ വരുമ്പോഴാണല്ലോ ഗവർണർ ഈ ബില്ലുകൾ പ്രസിഡന്റിന് പരിഗണനയ്ക്ക് വിടുന്നത്. ആർട്ടിക്കിൾ 200 പ്രകാരം മോഹൻ വർഗീസ് 3 ഓപ്ഷൻ പറഞ്ഞു. ആ 3ാമത്തെ ഓപ്ഷനിലെ അവസാനത്തെ ഓപ്ഷനാണ് പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് വിടുക. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായ നിയമം ഏതാ? ലോകായുക്ത നിയമ ഭേദഗതി. എനിക്കും രോഹിണിക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം എന്തിനു വേണ്ടിയാണ് ലോകായുക്ത നിയമ ഭേദഗതി കൊണ്ടുവന്നത്. കാരണം ഞാൻ അവിടെ കൃത്യമായി പറഞ്ഞതുപോലെ ലോകായുക്തയുടെ പല്ലും നഖവും കണ്ടിച്ച് അങ്ങനെ നിർവീര്യമാക്കി ലോകായുക്തയെ. കാരണം കേരളത്തിലെ ലോകായുക്തയുടെ വിധിയിലൂടെ രാജിവെച്ചു പോയ മന്ത്രിമാരുണ്ട്. ഇനിയും അങ്ങനെ ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ലോകായുക്തയുടെ കൃത്യമായി പറഞ്ഞു ലോകായുക്തയ്ക്ക് ഉപദേശ അധികാരം മാത്രം. എന്താ, മന്ത്രിമാർക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ മുഖ്യമന്ത്രി തീരുമാനിക്കണം. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി സ്വന്തം മന്ത്രിമാർക്കെതിരെ നടപടി എടുക്കുമോ? രണ്ടാമത്തെ ഏറ്റവും തമാശ, മുഖ്യമന്ത്രി ഈ രാജിവെക്കണമെങ്കിൽ ആര് തീരുമാനിക്കണം? സംസ്ഥാന നിയമസഭ തീരുമാനിക്കും. ഇത് എന്ത് പിന്നെ വെള്ളരിക്കപ്പെട്ടത്? ആ നിയമമല്ലേ ഈ പറയുന്ന പ്രസിഡന്റ്? ഇതെല്ലാം ഒരു പീസ് മീലാണ്. ഇതെല്ലാം കൃത്യമായി പീസ് മീലാണ്. ഇതാ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം പ്രസിഡന്റ് ഒപ്പുവെച്ചു. കൃത്യമായി പറയാം, ഇത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ തന്നെ കേരളത്തിൽ ഏപ്രിൽ 26-ാം തീയതി തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ 26-ാം തീയതി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ ബില്ലുകളിലൊക്കെ ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെക്കും, ഈ സർവകലാശാല നിയമ ഭേദഗതി ഉൾപ്പെടെ. അപ്പോൾ എന്ത് ചെയ്യും? അത് കേരളത്തിൽ വലിയ ചരിത്ര നേട്ടമായി CPM അത് വലിയ രീതിയിൽ ആഘോഷിക്കും. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ സാമ്പത്തിക എന്തൊക്കെയായിരുന്നു നടന്ന ചർച്ചകൾ.
കേന്ദ്രം സംസ്ഥാനത്തിന് മുമ്പിൽ മുട്ടുകുത്തി അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി സാമ്പത്തികമായി കേരളത്തെ പീഡിപ്പിക്കുന്നു, അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് ഹർജി കൊടുത്തപ്പോൾ കേന്ദ്ര സർക്കാർ വന്ന് സംസ്ഥാനത്തിന് മുമ്പിൽ മുട്ടുകുത്തി തോറ്റു. ഇത് വലിയ പോരാട്ടത്തിന്റെ വിജയമാണ്. കേരള സർക്കാരിന്റെ പോരാട്ടത്തിന്റെ വിജയമാണ്. 3.5 കോടി മലയാളികളുടെ പോരാട്ടത്തിന്റെ വിജയമാണ്. ഇന്ത്യയിൽ 29 സംസ്ഥാനം ഉണ്ടായിട്ട് കേരളം മാത്രമേ ഉള്ളൂ കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണല്ലോ കേരളത്തിൽ ഉപയോഗിക്കുന്നത്. ഞാൻ ഒറ്റ ഇതിനകത്ത് ഞാൻ പറയുന്നത്, ഈ ബില്ലുകളോട് കേന്ദ്ര സർക്കാരിനുൾപ്പെടെ BJPക്ക് ഉൾപ്പെടെ നിലപാട് ധാർമ്മികമായ നിലപാടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന നിലപാടാണ് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ലോകായുക്ത നിയമ ഭേദഗതിക്ക് അംഗീകാരം കൊടുക്കരുതായിരുന്നു. സർവകലാശാല നിയമ ഭേദഗതി ബില്ലിനേക്കാൾ ഏറ്റവും ജനാധിപത്യ വിരുദ്ധവും ഏറ്റവും അപകടകരമായ നിയമമാണ് ലോകായുക്ത. കാരണം 2014 ഇന്ത്യ മഹാരാജ്യത്ത് ലോക്പാൽ ലോകായുക്ത നിയമം വേണമെന്ന് വലിയ സമരം നടത്തി. ആ സമരത്തെ പിന്തുണച്ച്, അണ്ണാ ഹസാരയുടെ സമരത്തെ പിന്തുണച്ച് ആ സമരത്തിന്റെ ഉപോൽപ്പന്നമായി അധികാരത്തിൽ വന്നതാണ് മോദി ഭരണകൂടം എന്ന് മറക്കരുത്. അപ്പോൾ വലിയ അഴിമതി വിരുദ്ധ പോരാട്ടം പറയുന്ന മോദി സർക്കാർ, ആ മോദി സർക്കാർ തന്നെയാണ് ഈ ലോകായുക്ത ബില്ലിന് ഇന്ത്യൻ പ്രസിഡന്റിനോട് അനുമതി നൽകിയത്. അപ്പോൾ സ്വാഭാവികമായും ഈ സർവകലാശാല ഭേദഗതി നിയമം ഉൾപ്പെടെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിനെ നിർത്തും എന്ന് തന്നെയാണ്. കാരണം ഇതിന്റെ അകത്തെല്ലാം ഏതെങ്കിലും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയോ ഇന്ത്യ മുന്നണിയോ ഈ വിഷയമൊന്നും വലിയ രീതിയിൽ ഉന്നയിക്കാൻ പോകുന്നില്ല. ഇത് കേരളത്തിന്റെ പ്രാദേശിക വിഷയമാണ്. കാരണം ഒരിക്കലും CPM-നെ കടന്നാക്രമിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു നീക്കവും അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടാവത്തില്ല. പക്ഷെ കേരളത്തിലെ ഇത് എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കുന്ന ഒരു നാടകങ്ങളാണ്, അന്തർധാരയാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. ശരി.